വയസ്സിന് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടി. വരും വർഷങ്ങളിലൊക്കെയും ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് ഇന്ന് തന്നെ നമ്മൾ പേപ്പറിൽ അത് വായിച്ചു. ഹല്ലേലൂയ. അമേരിക്കയിൽ നടക്കുന്നത് എന്തെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു രാജ്യത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ പ്രസിഡന്റ് വേറൊരു രാജ്യത്ത് കടന്നു എന്ന് അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ ഇത് ഏത് രാജ്യത്തും നടക്കുവാൻ പോകുന്നതാണ്. ഇതുപോലുള്ള അനേക സംഭവങ്ങൾ ഈ വരും വർഷങ്ങളിൽ നടക്കുമെന്നുള്ള ആലോചന വലിയവനായ കർത്താവ് നമുക്ക് തന്നു എങ്കിൽ ഈ ദിവസങ്ങളിൽ അവൻ്റെ സന്നിധി താണിരുന്നുകൊണ്ട് അപ്പാ നിന്റെ കരത്തിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ അപ്പാ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ അപ്പാ, ഈ ദിവസങ്ങളിൽ അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ഉള്ള കൃപ പിന്നെയും തരണമേ എന്ന് ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയിൽ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ നല്ലൊരു ആരാധന കർത്താവെ ഒരുക്കി തരണമേ എന്ന് നല്ല വചനങ്ങളെ കർത്താവെ ലഭിപ്പാൻ തക്കവേണ്ട ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ എന്ന് ലഭിക്കുന്ന ദൈവ ആലോചനകൾ ഏറ്റെടുത്തുകൊണ്ട് ആ കൃപയിൽ ഉറച്ചു നിൽപ്പാൻ എന്നെ സഹായിക്കണമേ അപ്പാ എന്ന് ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ശുശ്രൂഷ നമ്മുടെ മധ്യയുള്ളപ്പോൾ ആ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഞാൻ വരുവോളം നിങ്ങളിത് ചെയ്യുവീനെന്ന് പറഞ്ഞു എങ്കിൽ അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിന് ഭാഗവാക്കാകുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. ഓരോ കരങ്ങളും നീട്ടുമ്പോൾ അത് വിശ്വാസത്തോടെ നീട്ടുക. എൻ്റെ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരങ്ങളെ നീട്ടുവാൻ കർത്താവേ കൃപ തരണമേ എന്ന് ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഒരു പുതിയ അനുഭവം, ഒരു പുതിയ കർത്താവെ പകരണമേ. ഇന്നത്തെ ആരാധന അതിനെ കാരണമാക്കി തീർക്കണമേ എന്ന് ഇന്ന് കടന്നു വരുന്ന മക്കളെ എല്ലാ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് ഒരു സ്വർഗീയ അനുഭവം പ്രാപിപ്പാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയട്ടെ. വിശ്വസ്ത ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി അടികൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും നീ അടികൾക്ക് ദാനമായി തന്നതിനായി അടികൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അടികൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നത് അത് അടികളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന്, വലിയ അനുഗ്രഹത്തിന് അവരുടെ കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ ഓരോ നിന്റെ മക്കളെയും ബലപ്പെടുത്തുന്നതായി തീരുവാൻ, പുതിയ അനുഭവമായി തീരുവാൻ, അത് പുതിയ തീരുമാനമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് അടികൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് കടന്നു വന്ന് ഒരുമിച്ച് സ്വർഗീയ അനുഭവം പ്രാപിപ്പാൻ കർത്താവേ നീ കൃപ തരുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഇതിൻ്റെ ചുറ്റുപാടുകളെയെല്ലാം യേശുവിൻ്റെ രക്തത്താൽ അടികൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അടികളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടനും ഇവിടെ ശ്രദ്ധ വയ്ക്കുവാൻ സ്വർഗമേ അനുവദിക്കല്ലേ എന്ന് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ, പുതിയ അനുഭവമാക്കി തീർക്കണമേ. ശുശ്രൂഷിക്കുന്നതിൻ്റെ മക്കളെയെല്ലാം ബലപ്പെടുത്തണമേ. ദൈവ കൃപയിൽ നിൽപ്പാൻ സ്വർഗം സഹായിക്കണം. ആദിയോടന്തം സാന്നിധ്യം കൂടെ ഇരിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിനോട് ചേർന്നായിരിക്കാം. ആരാധനയ്ക്കായി നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.
വാദ്യ ഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യ ഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യ ഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ താളമേളത്തോടെ വാദ്യ ഘോഷത്തോടെ മലകൾ വിളകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും മലകൾ വിളകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും அவ கிருபை அவ இருக்கும் மாறாத எந்த வாழ்விலே அவ கிருபை அவ இருக்கும் மாறாத எந்த வாழ்விலே யெகோவா ராஃபா என்ன சுகமானவர் யெகோவா ரூவா என்ன மேய்ப்பரானவர் யெகோவா ராஃபா என்ன சுகமானவர் யெகோவா ரூவா என்ன மேய்ப்பரானவர் வாழுவாம என்னை என்று காப்பார் என் வாழ்வில் என்று போதுமானவர் வாழுவாம என்னை என்று காப்பவர் என் வாழ்வில் என்று போதுமானவர் மலைகள் விலகி போனாலும் பர்வதங்கள் பேர்ந்து போனாலும் மலைகள் விலகி போனாலும் பர்வதங்கள் பேர்ந்து போனாலும் அவ கிருபை அவ இருக்கும் மாறாத இந்த வாழ்விலே அவ கிருபை அவ இருக்கும் மாறாத இந்த வாழ்விலே என்னை விட்டு விலகாத ஆண்டவர் என்னை ஒரு போதும் கைவிடாத செய்த என்னை விட்டு விலகாத ஆண்டவர் என்னை ஒரு போதும் கைவிடாத செய்த எனக்காக ஜீவன் தந்த ரட்சகர் என் வாழ்வில் என்று போதுமானவர் எனக்காக ஜீவன் தந்த ரட்சகர் என் வாழ்வில் என்று போதுமானவர் மலைகள் விலகி போனாலும் பர்வதங்கள் சேர்ந்து போனாலும் மலைகள் விலகி போனாலும் பர்வதங்கள் சேர்ந்து போனாலும் அவ கிருபை அவ இருக்கும் மாறாத இந்த வாழ்விலே அவ கிருபை அவ இருக்கும் மாறாத இந்த வாழ்விலே அவ கிருபை அவ இருக்கும் மாறாத அவ கிருபை அவ இருக்கும் மாறாத தாளமேளத்தோடே வாத்திய கோஷத்தோடே ஆடி பாடி നമ്മൾ ദൈവത്തെ ആരാധിക്കാം താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം താളമേളത്തോടെ
വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ഇന്ന് പകൽ ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവം തന്നതെല്ലാം ഓർത്ത് അങ്ങേ ആരാധിക്കാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണെന്ന് ഇതുവരെ ദൈവം നമ്മളെ നടത്തിയതും തന്നതും എല്ലാം ഓർത്ത് ഇനി കർത്താവ് തരുന്നതും എല്ലാത്തിനും എല്ലാം ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുമെന്ന് പൂർണ്ണ ശക്തിയോടെ അങ്ങേ ആരാധിക്കാൻ, സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കാൻ, സ്തോത്രത്തോടെ ദൈവത്തെ ആരാധിക്കാൻ, അങ്ങ് തന്നതെല്ലാം ഞാൻ എല്ലാ തന്ന കൃപകളും ഓർത്ത് ഇന്ന് പകൽക്കാലം ആരാധിക്കാനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ആദ്യത്തെ ഞായറാഴ്ച പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നവർ വായുകളെ തുറന്ന് അല്പനേരം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ഒരു പുതിയ വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച പകൽക്കാലം ആമേൻ, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ ആമേൻ, ഈ ഒരു വർഷക്കാലം മുഴുവൻ ഇന്നൊരു ദിവസത്തെ തീരുമാനമല്ല, ഇനിയുള്ള എല്ലാ വർഷവും ഇനിയുള്ള എല്ലാ ആണ്ടിലും അങ്ങയോട് പിരിയാതെ അങ്ങയോട് ചേർന്ന്
ഞാനായിരിക്കുമെന്നൊരു ബന്ധത്തിലായിരിക്കുവാൻ ആമേൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം അപ്പനോടൊന്ന് സംസാരിച്ചാട്ടെ. അപ്പോൾ അളവില്ലാതെ എന്നെ സ്നേഹിച്ച് അങ്ങേ ഞാൻ ഇനി പിരിയുകയില്ല എന്ന്. ആമേൻ ആ സ്നേഹത്തെ പിരിയുകയില്ല എന്ന്. ആമേൻ പിരിയാനാകരുതേ ആ ബന്ധം, ആ മാർവിൽ നിന്ന് മാറാനാകരുതേ എന്ന്. ആമേൻ മരണം വരെയും പിരിയാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ആമേൻ അങ്ങനെ ഒരു വാഞ്ചയുള്ളവർ ഇന്ന് പകൽക്കാലം ആഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നവർ കണ്ണുകളെ അടച്ച് അല്പനേരം കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിനോടൊന്ന് സംസാരിച്ചാട്ടെ. വായുകളെ തുറന്നപ്പനോടൊന്ന് സംസാരിച്ചാട്ടെ. അപ്പാ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങൾക്ക് ഏൽപ്പിക്കുന്നപ്പാ, അങ്ങയോട് പിരിയാനാകരുതേ എന്ന്. ഓരോ നിമിഷവും അങ്ങയോട് ചേർന്നായിരിക്കുവാൻ ആമേൻ അപ്പാ കർത്താവെ മാറാനാകാതെ ആ മാർവിൽ ചേർന്ന് കിടക്കുവാനപ്പാ ഈ പുതുവർഷത്തിൽ കർത്താവെ പുതുവർഷം മുതലപ്പാ കഴിഞ്ഞ വർഷമായിരുന്നത് പോലെ അല്ലപ്പാ, അതിലുപരി അതിലധികം അങ്ങയോട് ചേർന്നായിരിക്കുവാനപ്പാ ആമേനപ്പാ കർത്താവെ ഒരു പടി കൂടെ അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ കർത്താവെ മാറാതെ മരണം വരെയും ദൈവത്തോട് കൂടെ ചേർന്നായിരിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്നൊരു സമർപ്പണത്തോടെ ഇന്ന് പകൽക്കാലമായിരിക്കുന്നവർ ഹല്ലേലൂയ വായുകളെ തുറന്ന് അല്പനേരം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. തൂടക ശബ്ദരേര ഘടക സിഖരഗടാരവ ശബ്ദരാരവ തൂടരവ ശബ്ദ സ്നേഹത്തിനു വേണ്ടി ഒന്ന് കൊതിയോടെ നാട്ടിൽ നിന്ന് പകൽക്കാലം കൊതിച്ചുകൊണ്ട് അപ്പനോടൊന്ന് ചോദിച്ചാട്ടപ്പാ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ. വാഞ്ചയോടൊന്ന് പറഞ്ഞാട്ടെ, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ. ഊർക്ക് കൂടി പാടാമോ? പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയിലിനിയും മരണം വരെയും അപ്പാ, പിരിയിലിനിയും മരണം വരെയും മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഓ മാറില്ലിനിയും അങ്ങനെ ഒരു തീരുമാനത്തോടെ പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ അപ്പാ, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയിലിനിയും മരണം വരെയും. എത്ര പേർക്ക് പറയാൻ കഴിയും? പിരിയിലിനിയും മരണം വരെയും അപ്പാ, മാറില്ലിനിയും മാറില്ല
ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ അപ്പാ, ഇത് പോരായേ, ഇത് പോരായേ, ഓ ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരാ. അളവില്ലാതെന്നേറെ, അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതാ വേറെന്തുള്ളൂ, ഇതിലും വലുതാ വേറെന്തുള്ളൂ, ഇതിലും വലുതാ വേറെന്തുള്ളൂ, ഇതിലും വലുതാ വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇത് പോരായേ, ഇത് പോരായേ അപ്പാ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരാ, ഓ ഇത് പോരായേ, ഇത് പോരായേ, ഉദിത് സാമീപ്യം, ഓ നിൻ സാന്നിധ്യം പോരായേ, ഉദിത് സാമീപ്യം പോരായേ, ഉദിത് സാന്നിധ്യം പോരായേ. നിന്നോടാണ് എനിക്കേറ്റം പ്രിയ പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ, നിന്നോടാണ് എനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. ഓ നിന്നെ വിട്ടെങ്ങു ഞാൻ പോകും പ്രിയനേ, അങ്ങേ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയൻ, ഓ അങ്ങേ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ അപ്പാ, അങ്ങേ വിട്ടെങ്ങു ഞാൻ പോകും പ്രിയനേ. ഉദിയല്ലോ യേശുവേ ജീവന്റെ ജീവൻ, ഓ നീയല്ലോ യേശുവേ ജീവന്റെ ജീവൻ. ഓ ഇത് പോരായേ, ഇത് പോരായേ, ഓ ഇത് പോരായേ, ഓ അപ്പാ ഇത് പോരായേ, ഇത് പോരായേ,
ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം പോരാ, അപ്പാ പോരായേ, നിൻ സാമീപ്യം പോരായേ. ആകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. ഞാനാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാൻ. ഞാനാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, വാഹിതങ്ങൾ ചെയ്യുവാപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, സാന്നിധ്യത്തിൽ മറയ അപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യൂ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 24-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 24-ാം സങ്കീർത്തനം, 24-ാമത്തെ സങ്കീർത്തനം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. എത്ര പേരുന്ന പകൽ ശബ്ദം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശംദൽ കമാനദര. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് പകൽ എത്ര പേർ ചേർന്ന് പറയും, ഇവിടെ നിൽക്കുന്ന സകല മനുഷ്യരും
ദൈവത്തിൻ്റെതാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെതാണ്. എൻ്റെ പൊന്നു കുഞ്ഞ്, നീ മറ്റാരുടെ അല്ല, നീ ആരുടെയാണ്? ദൈവത്തിൻ്റെ. ചേർന്നൊരാമേൻ പറയാം. നമ്മൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ അല്ല. സ്തോത്രം. ആരുടെയാ? എന്നൊക്കെ പറഞ്ഞേ, ദൈവത്തിന്റെ വകയാണ്. സ്തോത്രം. ആമേൻ. അതിന്റെ വലിയൊരു മഹത്വം അവിടെ കാണിക്കും. നമ്മൾ സാധാരണ ഭവന ഡെഡിക്കേഷനൊക്കെ ആണ് ഈ സങ്കീർത്തനം അവിടുന്ന് വായിക്കുന്നത് എങ്കിലും ഇവിടെ ആമേൻ ശക്തമായി ഉദ്ധരിക്കുന്ന ഒരു കാര്യം ഇതാണ്: മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവജനത്തോട് പറയാണ്, ദൈവജനത്തിൻ്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം ആഴത്തിൽ വർദ്ധിച്ചേ മതിയാകും. നിങ്ങൾ എത്ര പേർ ചേർന്ന് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. നീ ലോകത്തിൽ മറ്റൊരു മനുഷ്യന്റെ അല്ല. ഹല്ലേലൂയ. ആമേൻ. വളരെ ശക്തമായൊരു പ്രാർത്ഥനയുടെ മുൻപിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആമേൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞായറാഴ്ച ആരാധനകൾ നമുക്ക് ചടങ്ങല്ല. ഞായറാഴ്ച ആരാധനകൾ മഹത്വത്തിന്റെ രാജാവ് ഇറങ്ങി വരുന്നതാണ്. മഹത്വത്തിന്റെ രാജാവ് ഇറങ്ങി വരുന്നതാണ്. ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ എല്ലാം കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ വരുന്നതല്ല ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം ദൈവമക്കളെ, കർത്താവാണ് എൻ്റെ ജീവന്റെ ജീവനെന്ന്, എൻ്റെ എല്ലാം എൻ്റെ ദൈവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ എന്ന് പറയണ്ടേ നേടുന്നതൊന്നും നമുക്കൊരു ശുഭകരമല്ല. നമുക്കും നമ്മുടെ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു ശുഭകരമായി നിൽക്കണമെങ്കിൽ ആമേൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം വില കൊടുക്കുന്നവരായി മാറിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കർത്താവ് തരുന്ന നിയോഗങ്ങൾക്കകത്ത് ആമേൻ ഹല്ലേലൂയ ദൈവസഭ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരാജിതരായി മാറും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ആരാധനയ്ക്ക് വന്നു എന്നുള്ളതിലല്ല, എത്ര നാൾ നമ്മൾ നീവിച്ചു എന്നുള്ളതിലല്ല, എന്തൊക്കെ നമ്മൾ ഭൗതികമായി ചെയ്തു എന്നുള്ളതിലല്ല, നിത്യതയുമായി കണക്ട് ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് സ്ഥിരമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയ പരാജിതര് തന്നെയാണ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ തുറന്ന മനസ്സോടെ ചോദിക്കുന്നു, എത്ര പേർക്ക് ഹൃദയം തുറന്ന് കർത്താവിലേക്ക് കൊടുത്തിട്ട് ശക്തമായി ആമേൻ നമ്മുടെ മുമ്പിൽ ഇനി ആരാധനയ്ക്ക് അല്പസമയങ്ങൾ മാത്രമേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. ഈ ആരാധനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവകൃപയ്ക്കകത്ത് നിന്നുകൊണ്ട് അല്പസമയങ്ങൾ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ശബ്ദമൊന്ന് ഉയർത്തി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം പറയാൻ, ദൈവനാമത്തിനൊന്ന് സ്തുതി കരേറ്റാൻ ഹല്ലേലൂയ ചേർന്ന് കരങ്ങൾ അടിച്ച് നമുക്ക് മുൻപിലുള്ള ആരാധനയുടെ സമയം അല്പസമയമുള്ളൂ, അത് ചേർന്ന് പാടി കർത്താവിന് സ്തോത്രം ചെയ്യാം. മഹത്വത്തിന്റെ രാജാവ് ആഴത്തിൽ ആലയത്തിനകത്ത് പ്രവേശിക്കട്ടെ. അവന്റെ സാന്നിധ്യം ഇതിനകത്ത്. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും എന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നും എന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ.
യേശുനാഥാ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആമേൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. ഓ നിന്റെ ചിറകുകളിൻ എന്നും ആനന്ദം പകരുന്നു നീ. ഓ വിശ്വസ്തനും നീ എന്നു തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആമേ വിശ്വസ്തനും നീ എന്നു തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആമേൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടി. എന്റെ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. നാം ചെയ്ത നന്മകളെ എന്നാണ് സ്തുതിച്ചിടുമേ. നാദാ നീ ചെയ്ത നന്മകളെ എന്നാണ് സ്തുതിച്ചിടും. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. എന്റെ പാറയാകൂ യേശുനാഥാ, എന്റെ കാക്കു ദൈവം നീയേ. എന്റെ പാറയാകൂ യേശുനാഥാ, എന്റെ കാക്കു ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്ന് സ്തുതി നിനക്ക്. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്ന് സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആമേൻ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. ഓ വിശ്വസ്തനും നീ എന്നു തുണയായോരും സ്തുതിക്കു യോഗ്യനും. ആമേ വിശ്വസ്തനും നീ എന്നു തുണയായോരും സ്തുതിക്കു യോഗ്യനും നീ. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നെ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ
നിന്റെ കൃപ എന്നെ തന്നല്ലോ നീ. യേശുനാഥ നീ എന്നും തുണയായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. അങ്ങയ്ക്ക് ആരാധന, അങ്ങയ്ക്ക് ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്. ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ഓ അതരരരരെ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ലതരരരെ ശതരേ ഉരതരരെ ധീരവന
പിതാവേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് അടുത്ത് വരുന്നു. കർത്താവേ, ഞങ്ങൾ നിൽക്കുന്ന ഈ നിൽപ്പിൽ 2026 ആണ്ടിന്റെ കർത്താവേ പ്രാരംഭ ഞായറാഴ്ച കർത്താവിന്റെ തിരുമേശയുമായി ഞങ്ങൾ അവിടുന്ന് അടുത്ത് വരുന്നു. നമ്മളെ നടത്തട്ടെ. ഇന്നലെ രാത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ പോയ ദൈവവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിന്നാണ്. ആമേൻ, ഹല്ലേലൂയ. അതിൽ 2 നമ്പറുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് 200 എന്ന സംഖ്യയും 2 153 എന്ന സംഖ്യയും. ഇത് തമ്മിലുള്ള ആമേൻ അതിൻ്റെ ആത്മീയ ആമേൻ അനുഭവങ്ങൾ, ന്യൂമറോളജി അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ ചില ശബ്ദങ്ങൾ ആമേൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വെള്ളിയാഴ്ച രാത്രിയിൽ ദൈവജനത്തിന് മുമ്പിൽ അവിടുന്ന് കൊണ്ടുവന്നത്. 200 എന്നതിൻ്റെ ഒരു ആഴം നമ്മുടെ മുമ്പിൽ വെല്ലുവിളിച്ചാൽ 153ൻ്റെ വിടുതൽ കർത്താവ് അവിടെ നയിക്കുന്നത് ആമേൻ നമുക്ക് അവിടുന്ന് കേൾക്കുവാനിടയായി. ആമേൻ അതിൻ്റെ അടുത്ത ഒരു വ്യത്യസ്തമായ ഒരു കൊച്ചു ശബ്ദം ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ആമേൻ പ്രാർത്ഥിക്കുവാനായിട്ട് അവിടുന്ന് ആമേൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. പ്രവർത്തകരുടെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങൾ നമുക്ക് ചേർന്നൊന്ന് വായിക്കാം. 13, 14, 15 വാക്യങ്ങൾ. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷനായി. 21 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക്. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. സ്തോത്രം. ശ്രദ്ധിക്കുക. ആമേൻ. വചനത്തിനകത്ത് എവിടെങ്കിലും ഒരു സെക്കൻഡ് വിസിറ്റേഷൻ എൻ്റെ യേശു ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമതൊന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതൊരു സാധാരണ സംഭവത്തിനല്ല, ഒരു അസാധാരണ സംഭവത്തിന്. ഞാനത് വെള്ളിയാഴ്ച പറഞ്ഞു. ആമേൻ. രണ്ടാമത് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ട കുടുംബങ്ങളുണ്ട്. യേശു കർത്താവ് 33.5 തിരുവയസ്സിൽ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആമേൻ 2 പ്രാവശ്യങ്ങൾ, അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ കണ്ട വ്യക്തികൾ, സെക്കൻഡ് ടൈമിൽ പോയ വീടുകൾ, സെക്കൻഡ് ടൈമിൽ കാലുകുത്തിയ പട്ടണങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ അസാധാരണ സംഭവങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന അടുത്തൊരു ശബ്ദമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ വായിച്ചെങ്കിൽ, നിങ്ങളത് കേട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ലാസ്റ്റ് വാക്യം നമ്മളിപ്പോൾ വായിച്ച 13-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ
ശേഷം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഞാൻ എൻ്റെ പ്രവചന ദൂത് ആദ്യമേ പറഞ്ഞു മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു 2026 ചിലരുടെ മേൽ തുടർമാനമായ യേശുപ്പയുടെ പ്രത്യക്ഷത ഉണ്ടാകും. ഒന്നുകൂടെ പറയാം, തുടർമാനമായി യേശുപ്പയുടെ പ്രത്യക്ഷത ചിലരുടെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ തോന്നും, എടാ ഇന്നലെ പറഞ്ഞത് തന്നെയല്ലേ, മിനിഞ്ഞാന്ന് പറഞ്ഞത് തന്നെയല്ലേ, അയ്യോ കഴിഞ്ഞ മാസം ഇത് തന്നെ പറഞ്ഞതാ, കഴിഞ്ഞ വർഷം ഇത് തന്നെ പറഞ്ഞതാ. പക്ഷെ ഈ ദിവസം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, റിപ്പീറ്റ് ചെയ്ത് യേശുവിന്റെ പ്രത്യക്ഷത ചിലരുടെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന പദം യേശു മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഞാൻ ആദ്യമേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ വീട് റെഡിയാണോ? നിങ്ങളുടെ ബെഡ്റൂം റെഡിയാണോ? നിങ്ങളുടെ മനസ്സ് റെഡിയാണോ? നിങ്ങളുടെ ഹൃദയം റെഡിയാണോ? നിങ്ങളുടെ ശരീരം റെഡിയാണോ? പിന്നെയും 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 യേശുവിന്റെ പ്രത്യക്ഷത സ്വീകരിക്കാൻ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ അതിന്റെ മുമ്പിൽ അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികളുണ്ട്. 2 ദൂത് ഇതിനകത്ത് നിന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഞാൻ പറയാം. ചില മേഖലകളിൽ യേശു പിന്നെയും പ്രത്യക്ഷപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് കൂട്ടിയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളത് ധ്യാനിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ ചോദിച്ചപ്പ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്നോട് പറഞ്ഞു. 3rd വിസിറ്റേഷനിൽ മരണശക്തികൾ അടിയറ പറയും. 3 എന്ന സംഖ്യ ഒരു റിസറക്ഷന്റെ സംഖ്യയാണ്. 3-ാം നാൾ ഒരു റിസറക്ഷന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവമാ. അങ്ങനെങ്കിൽ എൻ്റെ യേശു 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ഇതാണ്: മരണത്തിന് നിന്നെ ജയിക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ യേശുവിന്റെ പ്രത്യക്ഷത സംഭവിക്കുക. ഇന്ന് പകൽ ഇതൊരു പ്രവചന ദൂതാണ്. 2026 സഭയാം കുടുംബത്തിനകത്ത് ആമേൻ ദൈവിക പദ്ധതിയല്ലാത്ത മരണം വിതയ്ക്കുമെന്ന് പറയുമ്പോൾ 2026, 27, 28 ദൈവ നിയോഗമല്ലാത്ത ചിലതിനെ ഈ ലോകത്തിൽ നിന്നും മാറ്റുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ സഭ ഇന്ന് ആത്മാവിൽ തിരിച്ചറിയുക, എന്റെ കർത്താവ് 3rd വിസിറ്റേഷൻ 21-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് അവൻ തിബരിയാസ് കടൽക്കരയിൽ പിന്നെയും പ്രത്യക്ഷപ്പെട്ടെന്നാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ. ലാസ്റ്റിലേക്ക് വരുമ്പോൾ 14 അവിടെ പറയുന്നത് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം. എന്താണ് അതിന്റെ അർത്ഥം? ശേഷം എന്തിനാ എഴുതിയിരിക്കുന്നത്? ഹേ മരണമേ, നിനക്ക് തൊടാൻ ഒക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന്, ദൈവസഭയ മക്കൾക്ക് വേണ്ടി ആത്മാവിൽ ആത്മാർത്ഥമായ ഇടിവിൽ നിന്ന് ഞാൻ ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഹേ മരണമേ, നീ ദൈവസഭയുടെ മേൽ ജയിക്കില്ല. ആത്മഹത്യയുടെ പേരിലോ ആക്സിഡന്റിന്റെ പേരിലോ ആമേൻ ഹല്ലേലൂയ വ്യക്തിപരമായി ജീവിതം മടുത്തെന്ന് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ രോഗം വന്നു, അനർത്ഥം വന്നു, ഈ ലോകത്തിൽ നിന്ന് ദൈവിക പദ്ധതിയല്ലാതെ ഒന്നിനെ എടുത്തു മാറ്റാൻ നിനക്ക് കഴിയത്തില്ല. കാരണം എന്റെ അപ്പ ഇതിനകത്ത് 3-ാം പ്രാവശ്യം വന്നു. ജീവിതം മടുത്തിരിക്കുന്ന ചിലരോട്, ജീവിതം ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട്, മരിച്ചാൽ മതിയാകുന്നു എന്ന് പറഞ്ഞ ചിലരോട് ഇന്നൊരു കൂടപ്പിറപ്പിന്റെ സ്ഥാനത്ത് എന്റെ യേശുപ്പ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നു. നിങ്ങളെ എന്റെ മാർവോട് ചേർത്ത് പിടിച്ച്, നിങ്ങളെ ഹഗ് ചെയ്ത് ഇന്ന് പകലൊരു സഭാ ശുശ്രൂഷകർ എന്ന നിലയിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ശത്രുവിന് നിന്റെ മേൽ ജയമെടുക്കാൻ ദൈവസഭ അനുവദിക്കില്ല.
വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? റബൽ ഘടകമന ധുരവനവേദി ഹദരം ജാന റതൽ ഘടകമന ധുരവനവേദാരഭ ഷാദര റതൽ ഘടകമന ധുരവനവേദാരഭ. ഹല്ലേലൂയ, ആമേൻ. വളരെ രസകരമായ എന്ന പോലെ, ഒരു തമാശ രീതിയിൽ എന്ന പോലെ, ആമേൻ, ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് ഇടപെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ എന്നോട് പറഞ്ഞു, മോനെ, ഈ പിശാചിൻ്റെ ഉണ്ടല്ലോ ചിന്ത വന്നത് ഒരിക്കൽ വന്നിട്ട് ഞാൻ അങ്ങ് പോയെന്ന് അവൻ വിചാരിച്ച്. കാരണം ഞാൻ മരണത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇപ്പം എനിക്കൊരു ജഡശരീരം ഇല്ല. ആമേൻ. ഇവിടെ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടു കൂടെയാ യേശുവൊപ്പം നിൽക്കുന്നത്. അപ്പം എപ്പോഴും ഇങ്ങനെ വരാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അപ്പോൾ ഒന്ന് വന്നങ്ങ് പോകുമെന്ന് അവൻ വിചാരിച്ച്. പക്ഷെ ഒന്നല്ലടാ, രണ്ടല്ല. ഒന്നാമത് വന്നത് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയാൻ, രണ്ടാമത് വന്നത് മഹത്വകരമായത് ചെയ്യാൻ, മൂന്നാമത് വന്നത് തൻ്റെ മക്കളോട് വെല്ലുവിളിക്കുന്ന മരണത്തെ തൻ്റെ കാൽ കീഴാക്കി ജയിക്കാൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇതിനകത്തു ചിലരുടെ അരികിലേക്ക് എൻ്റെ യേശു കർത്താവ് ഇറങ്ങി വരികയാണ്. അത് വരുന്നത് ഒന്നാം പ്രാവശ്യമല്ല, രണ്ടാം പ്രാവശ്യമല്ല, എൻ്റെ കർത്താവ് മൂന്നാം പ്രാവശ്യം. അവിടെ ഒരു പദം ആത്മാവ് ചേർത്തെഴുതുക, ഉയർത്തെഴുന്നേറ്റ ശേഷം. യെസ്, നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് 2026 ചിലരുടെ അകത്ത് അത്ഭുതകരമായ സാക്ഷ്യം വെളിപ്പെടാൻ പോകുകയാ? ആ സാക്ഷ്യം മറ്റൊന്നല്ല, മരണം ജയിച്ചില്ല, യേശുവപ്പ ജയിച്ചു. മരണം മരണം ജയിച്ചില്ല, യേശുവപ്പ ജയിച്ചു. മനസ്സിനെ മരവിപ്പിച്ച മരണത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അടിയറ പറയുന്നു. ഉടരവന ദിഗൽഖമാനാദര ദീവര റബൽ ഘടകമന അംദരാദന ദിഗമന വേദാരവന അടൽഖമന ബൗഡരാദന ദിയാലബ ആരാഷാധര റദൽ ഘടകമന അദുരിജനദല റിബൽ ഘടകമന ദുരവന വേദാരവ. ഹല്ലേലൂയ. ഒന്നാമത്തെ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു കർത്താവ് മൂന്നാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് എന്തിനാ? ഒന്ന്, ചേർന്ന് പറ, എന്നോട് വെല്ലുവിളിക്കുന്ന മരണത്തെ മാറ്റാനാ. ധൈര്യമായിട്ട് പറയണം, എന്നോട് വെല്ലുവിളിക്കുന്ന മരണത്തെ മാറ്റാൻ, എൻ്റെ കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന മരണശക്തികളെ മാറ്റാൻ. ആമേൻ. എൻ്റെ സ്വർഗം എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ഞാൻ വീണ്ടും സ്നേഹത്തോടെ ചോദിക്കുന്നു, ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ ഈ പ്രത്യക്ഷത സ്വീകരിക്കാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2026 സഭ ആത്മീയമായിട്ട് വളരണം? കർത്താവപ്പച്ചൻ വരുമ്പം ദുഃഖിക്കല്ല. കർത്താവപ്പച്ച വരുമ്പോൾ നമ്മൾ ചന്തയിൽ പോകല്ല. കർത്താവപ്പച്ച വരുമ്പോൾ നമ്മൾ വേറെങ്ങും കറങ്ങി നടക്കരുത്. ആമേൻ. കർത്താവപ്പച്ച വരുമ്പോൾ നമ്മൾ അവൻ്റെ സന്നദ്ധിയിൽ കാണണം, നമ്മൾ അവൻ്റെ പാദപിട കാണണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം ഇന്ന് പകൽ ഇതാണ്. ആമേൻ. മൂന്നാമത്തെ പ്രത്യക്ഷത നടത്തിയിരിക്കുന്നത് മരണം ജയിക്കാൻ, മരണത്തെ ജയിക്കാൻ. ഇനി മൂന്നാമത്തെ പ്രത്യക്ഷത എന്തിനാ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു തെളിവ് പറയാം. ആമേൻ. എൻ്റെ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു അനുഭവം. 15-ാമത്തെ വാക്യം, അവർ പ്രാതൽ കഴിച്ച ശേഷം മൂന്നാമത്തെ പ്രത്യക്ഷത വന്നിട്ട് മരിക്കാനിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ, മരണപാശങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ കർത്താവ് പറയുക, ഞാൻ മരണത്തെ ജയിച്ചിവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ എത്ര പേര് അത് ഉൾക്കൊള്ളുന്നു എനിക്കറിയത്തില്ല എൻ്റെ സ്റ്റേറ്റ്മെന്റ്സ്, ഞാൻ വന്നിരിക്കുന്നത് ആമേൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാനാണ്. ഞാൻ വന്നത് എന്തിനാ പറഞ്ഞു? പ്രാതൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ചിലർ മോൻ കണ്ടപ്പോൾ എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാ. ഓക്കെ, നെവിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കർത്താവ് വെച്ച പ്രാതലും കൊണ്ട് വരിക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആമേൻ, ആമേൻ. ഞാനത് രസകരം അല്ലെങ്കിൽ ഒരു തമാശ രീതിയിൽ അത് പറഞ്ഞെങ്കിലും കർത്താവ് ചിലത് കഴിപ്പിക്കാൻ പോവുക. അതിൻ്റെ ദൂത് ഞാൻ ശാന്തമായിട്ട് പറയാം, എങ്കിലേ നിങ്ങളുടെ അകത്ത് അത് ക്രിയ ചെയ്യത്തുള്ളൂ. നമുക്ക് മനസ്സ് മടിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് എന്നാ? പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. എനിക്ക് ടെൻഷൻ വന്നാൽ, എനിക്ക് വിഷമം വന്നാൽ, എനിക്ക് ദേഷ്യം വന്നാൽ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചോറ് കഴിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങളെ പ്രാരംഭത്തിൽ അത്രയും പറഞ്ഞതിൻ്റെ പേരിൽ മിക്കവാറും അതുപോലെ ഞാൻ കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സാധാരണ ലെവലിലല്ല, ഞാൻ അല്പം വ്യത്യസ്തം എല്ലായിടത്തും. പക്ഷേ നിരാശയുടെ, നിങ്ങൾ തിരുവചനത്തിലൂടെ നോക്കണേ. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു,
ഒരു രാത്രിയിൽ യേശുവിൻ്റെ അരികിൽ നിന്നും മാറി അല്പദൂരത്ത് പോയി. അവർ വിചാരിച്ചു യേശുവിന് വരത്തില്ല, കഥ കഴിഞ്ഞു, അതുകൊണ്ട് പോയി കുടുംബം പോറ്റി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് പത്രോസ് ഇറങ്ങിയപ്പോൾ കൂടെ കുറച്ചെണ്ണം കൂടെ എന്ത് ചെയ്തു, പോയി. അവർ ആ രാത്രിയിൽ ഒന്നും എന്ത് ചെയ്തില്ല, കഴിച്ചില്ല. അവരുടെ അരികിലേക്ക് യേശു അപ്പോൾ വന്നു. അതെല്ലാം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോട്ടെ, അതിൻ്റെ ദൂതലെല്ലാം പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പം പിടിച്ചുകൊണ്ട് വന്ന മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തുകൊണ്ട് വന്നു 153. ഓക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അപ്പവും മീനും അവർക്ക് കൊടുത്തു, അല്ലേ? ആണോ? ആ പ്രഭാതത്തിൽ അതിരാവിലെ ആമേൻ ഹല്ലേലൂയ ആ കടലിൻ്റെ അകത്ത് നിന്ന് നിരാശപ്പെട്ടു വരുന്നവർക്ക് കർത്താവ് എന്ത് ചെയ്തു? ഒരു പ്രാതലൊരുക്കി. ഹല്ലേലൂയ. എത്ര ഇടത്താ നിങ്ങളിങ്ങനെ കാണുന്നറിയാമോ? ഒരു രാത്രി മുഴുവൻ കരയുന്നിടത്ത്, ഒരു രാത്രി മുഴുവൻ നിരാശപ്പെടുന്നിടത്ത്, അയ്യോ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് പറയുന്നിടത്ത് അപ്പയുടെ കരുതൽ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം ആവർത്തിക്കുക. നിന്റെ കഠിനാധ്വാനവും ദൈവത്തിന്റെ കരുതലും ഒരുമിച്ച് കൈമാറുന്ന ഒരു 26 ആയി ഈ 26നെ ദൈവം മാറ്റാൻ പോകുകയാണ്. നീ വലിച്ചു കൊണ്ടുവരുന്ന മീനും ഞാൻ ഒരുക്കിയ അപ്പവും അതാണ് നിന്റെ പ്രാതലാകാൻ പോകുന്നത്. സഭയോട് ഞാൻ പ്രവചിക്കുന്നു, നിന്റെ അധ്വാന ഫലവും ദൈവത്തിന്റെ കരുതലും കൂടെ ഒരുമിച്ച് വരുന്ന ഈ 26ൽ നീ കഴിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ പ്രാതലായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ധൈര്യത്തോടെ പറയാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവേ പിതാവായ ദൈവത്തിന്റെ സ്നേഹമൊക്കെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഞാൻ നോക്കിയപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. പട്ടിണി കിടക്കുന്നത് അപ്പയ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ആമേ പറയോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിശാചിന്റെ തന്ത്രം നിനക്കൊണ്ടായിട്ടും നിന്നെ കൊണ്ട് കഴിപ്പിക്കത്തില്ലെന്ന. എൻ്റെ വീട് അങ്ങനെ ആയിരുന്നു. ആഹാരം മമ്മി ഉണ്ടാക്കി വെക്കും, പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. കഷ്ടപ്പെട്ട് എങ്ങനെങ്കിലും ഉണ്ടാക്കി വെക്കും. അന്നേരം കേൾക്കാം ഒരു ശബ്ദം, എവിടെ നിന്നോ ആമൻ കാറിക്കൂവി വരുന്ന പോലെ ഒരു ശബ്ദം ഇങ്ങോട്ട് വരും. ആ ശബ്ദം വന്നു പിന്നെ പ്ലേറ്റ് ഒരു വഴിക്ക്, ചോറൊരു വഴിക്ക്, കറി ഒരു വഴിക്ക്, ആമൻ ടേബിൾ മറിഞ്ഞ് അവിടെ കിടക്കും. ആകെപ്പാട് പ്രശ്നം. ഉണ്ടാക്കാഞ്ഞിട്ടല്ല, പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ മറു സൈഡിൽ ചിലയിടത്ത് എത്ര അധ്വാനിച്ചാലും ദോഷം വരുന്ന, കുറവ് വരുന്നത് ആഹാരത്തിന് മുൻപിലാ. എന്നാൽ ഞാൻ പഴയ നിയമത്തിൽ കണ്ടു ഒരു ഭക്തൻ മടുത്തെന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ അടിയിൽ കിടക്കുമ്പോൾ കർത്താവ് കൊണ്ട് ആഹാരം കൊടുത്തിട്ട് പറയാ, എന്റെ പൊന്നു മോനെ നീ കഴിക്കടാ, നിനക്ക് വലിയൊരു ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഞാൻ കണ്ടൊരു അമ്മ, പൊന്നമ്മ, തന്റെ കുഞ്ഞിന്റെ മരണത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോ ആമൻ ആ സരഫത്തിലേക്ക് ആമൻ ഒരു സമൃദ്ധിയുടെ ഫുഡുമായി എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഇന്ന് പകൽ ഞാൻ ആരോടോ പ്രവചിക്കുകയാണ്, നിന്റെ ഭവനത്തിന്റെ അകത്ത് സ്വസ്ഥതയോടെ നിന്നെ ആഹാരം കഴിപ്പിക്കാത്ത ഈവിൾ സ്പിരിറ്റിനകത്ത്, ദുരാത്മ മേഖലയ്ക്കകത്ത് എന്റെ ദൈവം മൂന്നാമത് പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. The third visitation. ഉടരമന ധീരൽ കമന ബൗഡരി റീബക്ഷാന റംദരാധനാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ സഭയ്ക്കകത്ത് നിന്ന് ഞാൻ ആത്മാവിൽ പറ, സഭ സമൃദ്ധമാകും. സഭയ്ക്കകത്ത് ആഹാരമുണ്ടാകും. സഭയ്ക്കകത്തു നിന്ന് ദൈവമക്കൾ ആഹാരം കഴിക്കും. സഭയ്ക്കകത്തു നിന്ന് ദൈവമക്കൾ സന്തോഷിക്കും. അത് കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങും. അത് കുടുംബത്തിനകത്തെ ചില കലവറകൾക്കകത്തേക്ക്, എണ്ണ ഇരിക്കുന്ന ഭരണിക്കകത്തേക്ക്, മാവ് കുഴയ്ക്കുന്ന തൊട്ടിക്കകത്തേക്ക് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇറങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ വിസിറ്റേഷൻ, തേർഡ് വിസിറ്റേഷൻ രണ്ടാമത് ചെയ്തത് എന്തിനെന്നറിയാമോ? നിനക്കൊരു പ്രാതല് തരാനാ. നിങ്ങൾ എത്ര പേര് ഉൾക്കൊള്ളുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഞാൻ അല്പം വൈകാരികപരമായിട്ടായി ദൂതേറ്റെടുത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ബിന്ദു ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല, എൻ്റെ പേരൻസ് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല. ഈ 2026 ഞാൻ കഴിക്കാൻ പോകുന്നത് എൻ്റെ അപ്പൻ ഒരുക്കി വെച്ച പ്രാതൽ. അതിനൊരു പ്രത്യേകത പറയാം, കൊളസ്ട്രോൾ പിടിക്കില്ല. അതിനൊരു പ്രത്യേകത പറയാം, ഷുഗർ ജയിക്കില്ല. അതിനൊരു പ്രത്യേകത പറയാം, പാരമ്പര്യ ട്രഡീഷനായി പിന്തുടരുന്ന ഒരു ശക്തിയും അതിനെ ജയിക്കത്തില്ല. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിച്ചു. 2026 ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. 2026 എന്റെ കുടുംബത്തിനകത്ത്, എന്റെ അടുക്കളയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രൊവിഷൻസ് വരും. അപ്പൊ ഒന്നാമത് കർത്താവിന്റെ തേർഡ് വിസിറ്റേഷൻ എന്തിനാണെന്നറിയാമോ? മരണം വെല്ലുവിളിച്ച ശക്തികളെ മാറ്റാൻ. മരണത്തോട് പറയുക, എടാ പോടാ പോയി. നിങ്ങൾ ധൈര്യത്തോടെ എടാ പോടാ പോയി.
ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, പുറകിലുള്ള ആത്മയുദ്ധം എനിക്കറിയാം. ഞാനിത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകിൽ സഭയാം കുടുംബങ്ങൾക്കകത്ത് വെല്ലുവിളിക്കുന്ന ആത്മയുദ്ധം എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് നന്നായിട്ട് അനുഭവിച്ചും കണ്ടും വിഷ്വലൈസ് ചെയ്തിട്ടാ ഞാനിത് പറയുന്നത്. പക്ഷേ എൻ്റെ അപ്പ എനിക്ക് സ്നേഹത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ ഞാൻ കൈവിടത്തില്ല. 2026 ഒരു പ്രോമിസ് വേർഡ് എന്നോട് പറഞ്ഞു, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. ആകാശം മാറും, ഭൂമി മാറും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും, പക്ഷെ എൻ്റെ അപ്പൻ്റെ വചനം അത് മാറത്തില്ല. ഉലകത്തിൽ ആര് മാറിയാലും മാറാതെ നിൽക്കുന്ന യേശുവുണ്ട്. മോനെ പോൾസ, 2026 നിന്റെ മേൽ ജീവൻ മടങ്ങി വരും, നിന്റെ മേൽ ജീവൻ മടങ്ങി വരും. ഞാൻ ആത്മാർത്ഥമായി പ്രവചിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾക്കകത്തേക്ക് ദൈവത്തിന്റെ ജീവൻ മടങ്ങി വരാൻ പോവുകയാ. 2020 തേർഡ് വിസിറ്റേഷൻ, രണ്ടാമത് ചെയ്തത് പ്രാർത്ഥന തരാനാണ്. ഞാനിതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവ് ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഒരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്. അതിനെ ബ്ലെസ്സിങ് ആയിട്ടാണോ പറയണമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ എന്നെ ബ്ലെസ്സിങ് ആയിട്ട് പറയാം. ചില നല്ല ഹോട്ടലിലൊക്കെ പോയി താമസിക്കുമ്പോൾ അവിടെ ഒരു ഇതെഴുതിയിട്ടുണ്ട്, ആമേൻ ഹല്ലേലൂയ. വൈകിട്ട് സ്റ്റേ ചെയ്ത, ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്, 2 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്, 1 വീക്ക് വരെയൊക്കെ ഞാൻ അങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തിരിക്കുന്നത് കോംപ്ലിമെൻ്ററി എന്നാണ്. മനസ്സിലായില്ല? അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അല്ലേ ജോയല്ലേ? ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ? കോംപ്ലിമെൻ്ററി. അപ്പോൾ രാവിലെ അങ്ങോട്ട് ചെല്ലുമ്പം ബൊഫേ ആയിട്ട് അത് വെച്ചിരിക്കുന്നത് അല്ലേ? അതങ്ങനെ കാണാത്തവർക്ക് വേണ്ടി മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അങ്ങനെ ഒരു വലിയ എന്താ പറയണ്ടത്, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പോയി കഴിച്ചു എന്നുള്ളതല്ല, അതിൻ്റെ മഹത്വം എന്ന് പറയാൻ വേണ്ടി. അവിടോട്ട് ചെല്ലുമ്പം ഒരു സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ ആദ്യം എന്നാ കാണും? പറഞ്ഞേ. നിങ്ങളാരും പോയിട്ടില്ല, ഞാൻ എന്തൊക്കെയാന്ന് ഓർക്കുന്നുമില്ല. ജോയിലെൻ്റെ കൂടെ നിൽക്കാവോ മോനെ? ആദ്യം എന്നാ കാണും? സൂപ്പ് കാണും അല്ലേ? ഓക്കെ. അത് കഴിയുമ്പം കോഫി കാണും, അതിൻ്റെ അപ്പുറത്ത് ടീ കാണും, അതിൻ്റെ അപ്പുറത്ത് നോക്കി കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് നോക്കിയപ്പോൾ ഇഡലി ഇരിപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നോക്കിയപ്പോൾ ദോശ ഇരിപ്പുണ്ട്, ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ പിന്നെ മുട്ട പുഴുങ്ങി ഇരിപ്പുണ്ട്. അത് മറക്കല്ലേ, മുട്ട പുഴുങ്ങിയത് ഇരിപ്പുണ്ട്. അമ്മേൻ ഹല്ലേലൂയ. കാരണം ബിന്ദുവിനറിയാം അത് കണ്ടാൽ വിടത്തില്ലെന്നറിയാം, അതുകൊണ്ടാണ്. അമ്മേൻ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സൈഡ് മുതൽ ഇങ്ങേ അറ്റം വരെ എന്ത് ചെയ്തിരിക്കുക? വെച്ചിരിക്കുക. ഇത് വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞയച്ചാൽ എന്തേരെ കഴിക്കാവോ? സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ പരസ്യമല്ല, സോറി, ഇവിടെ 31 സൺഡേയിൽ ഇവിടെ നൈറ്റിൽ വന്ന സാവു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിർബന്ധമാണ് സാം പാസ്റ്റർ മക്കൾ എൻ്റെ കൂടെ വന്ന് ലഞ്ച് കഴിക്കണം. ആ കൂടെ സാം പാസ്റ്ററും ദേവദാസിയും മസ്റ്റായിട്ട് വന്നിരിക്കണം. കാരണം അദ്ദേഹം ഒരു 4-5 വർഷമായിട്ട് എന്നെ വിളിക്കുക, മിനിസ്ട്രി ജോയിൻ ചെയ്ത വർഷം മുതലേ എന്നെ വിളിക്കുക. പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഒത്തിരി വേദനിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ചാകുമ്പം അടക്കാനെങ്കിലും ഒന്ന് വരണേ എന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ലീഡറാണല്ലോ. അപ്പം അത്ര പറഞ്ഞു വെച്ചു, എന്നിട്ടും പോകാൻ പറ്റിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മസ്റ്റായിട്ടും വരണം. ഓക്കെ, പോയി. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ പോലെ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, പക്ഷേ നമ്മൾ അടൂർ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നു. അടൂർ ഒരു ഹോട്ടലിൽ ചെന്ന് കയറിയപ്പം വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ചെല്ലുക. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞ് ബൊഫെയാണ്, 499 പ്ലസ് GST. സ്തോത്രം. ബൊഫെയാ. ഇതങ്ങോട്ട് വെച്ചിട്ട് സാവുപ്പാസ് പറഞ്ഞു, പ്ലേറ്റ് ഇരിപ്പുണ്ട്, സ്പൂൺ ഇരിപ്പുണ്ട്, കപ്പ് ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ കഴിക്കുക. അഡ്വർടൈസ്മെൻ്റ് അല്ല, ഒന്ന് പോകുന്ന നല്ലതാ. സ്തോത്രം. അവിടെ ചെന്നപ്പം ഏതെടുക്കണമെന്ന് നമുക്ക്, എന്തേരം കഴിക്കണമെന്ന് നമുക്ക്, ഞാനിത് പറഞ്ഞതെന്നറിയോ? ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനൊരു പ്രാതൽ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ ലിമിറ്റ് ചെയ്താൽ ഫുഡ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ള കറി എൻ്റെ ഭാര്യ ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ കിട്ടുന്ന ലിമിറ്റേഷൻസ് ജീനക്കറിയാം അല്ലേ കുഞ്ഞെ? നാളത്തേനൂടെയാ, നാളെ വൈകിട്ടത്തേനൂടെയാ. സഹോദരന്മാർ മിണ്ടുന്നില്ല. ഭയങ്കര ലിമിറ്റാ. പക്ഷെ എൻ്റെ അപ്പനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു,
കയ്യെങ്കിലും കാണിക്ക്. പോട്ട് 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 കഴിക്കടാ, കഴിക്ക്. ഇത് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം എടുത്തോണം. നിന്നെ ഒരു നേരം പോലും ഒന്നും കഴിപ്പിക്കത്തില്ലെന്ന്, നിന്റെ സ്വസ്ഥതയോടെ നിന്നെ കഴിപ്പിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇത് അപ്പനൊരു പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുക. തേർഡ് വിസിറ്റ് ഒരു മരണശക്തിക്ക് തൊടാൻ പറ്റത്തില്ല, ഒരു ഇരുട്ടിന്റെ ശക്തിക്ക് തൊടാൻ പറ്റത്തില്ല. അതാ ഞാൻ പറയുന്നത്, തേർഡ് വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അസാധാരണ പവറിലാണ് നിൽക്കുന്നത്. തേർഡ് വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ചാ നിൽക്കുന്നത്. തേർഡ് വിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്ക് നോക്കാൻ പറ്റത്തില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവർ, മാറത്ത് പൊൻകച്ച കെട്ടിയവർ, ആമേൻ ഹല്ലേലൂയ, തേജോമയനായ ദൈവം അതിന്റെ പൂർണ്ണ നിറവിൽ നിന്നിട്ട് പറയുക, ഞാൻ പ്രാതലൊരുക്കി വെച്ചിരിക്കുക, കഴിക്ക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക, ചില കുടുംബങ്ങൾക്കകത്തേക്ക്, ചില തലമുറകൾക്കകത്തേക്ക് എന്റെ കർത്താവ് തേർഡ് വിസിറ്റേഷൻ ചെയ്യുകയാ. മരണശക്തികളെ ജയിച്ചതിനു ശേഷം ഇനി മൂന്നാമത്തോടെ പറഞ്ഞ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. മൂന്നാമത്തതാണ് ക്രിട്ടിക്കൽ സ്റ്റേജ്. സ്തോത്രം. ആമേൻ. സാൽവേഷൻ ആർമി മിനിസ്ട്രിയാണ് സോപ്പ് സൂപ്പ് സാൽവേഷൻ പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് യേശുവിന്ന് പഠിച്ചൊരു സംഭവമാണ്. ആമേൻ. ഈ പ്രാതൽ കഴിക്കാൻ നല്ല രസമാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ആമേൻ. മുട്ട പുഴുങ്ങിയത് രാവിലെ കിട്ടിയാൽ എണ്ണമില്ലാതെ ഞാൻ കഴിക്കും. എൻ്റെ കൂടിയിരിക്കുന്ന ചിലരും അങ്ങനെ കഴിക്കും, എനിക്കറിയാം. നിങ്ങളുടെ ഈ മുഖമൊക്കെ കാണുമ്പോൾ അത് ആശ്ചര്യത്തോടു കൂടെ നോക്കുക, പക്ഷെ എനിക്കറിയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് പുറകെ വരുന്നത് അല്പം വേദനയാണ്. മിണ്ടിയില്ല. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു നിർത്താം. മൂന്നാമത്തെ വിസിറ്റേഷൻ, യേശുവിനെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ട നീ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ലെങ്കിൽ ചങ്കു കുത്തി തുറന്ന് നിന്നോട് ചോദിച്ച് നിന്നെ കരയിപ്പിച്ച് നിന്നെ കൊണ്ട് യേശുവിനെ സ്നേഹിപ്പിക്കും. അത് അത്രയും പറഞ്ഞ് ഞാൻ വിടുക. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ഈ കഴിച്ചതെല്ലാം എങ്ങനെ പോയെന്നറിയത്തില്ല, അതുപോലെ അത് ദഹിച്ചു. മരണശക്തികളെ ജയിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രത്യക്ഷത, ആമേൻ ഹല്ലേലൂയ, ശൂന്യതകളിൽ നിന്ന് നിറവ് കൊണ്ടുവരുന്ന, സ്വസ്ഥതയോടെ കഴിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രത്യക്ഷത. ഇത് കഴിഞ്ഞിട്ട് ഒരുവനെ വ്യക്തിപരമായിട്ട് അങ്ങോട്ട് വിളിക്കുക. 2026 സഭയായി വിളിക്കുന്ന വർഷമല്ല, നിന്നെ വ്യക്തിപരമായി ദൈവം വിളിക്കുകയാ. ഇതിനകത്ത് കൂടുന്ന സഭയ മക്കളിൽ നിന്ന് അവിടെ കൊടുത്ത പദം നോക്കിയേ, ഇവരിൽ അധികമായി ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാക്കൾ, കുഞ്ഞുങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ എത്രയോ പാട്ട് പാടുന്നു, ഐ ലവ് യു ജീസസ്. പക്ഷെ ഇന്ന് പകൽ കർത്താവിനൊരു ചോദ്യമുണ്ട്. ആമേൻ. തേർഡ് വിസിറ്റേഷനിൽ, മൂന്നാമത്തെ പ്രത്യക്ഷതയിൽ കർത്താവ് ചോദിക്കുന്നു, നിന്റെ ജോലിയേക്കാൾ, നിന്റെ ആരോഗ്യത്തെക്കാൾ, നിന്റെ പാർട്ണറേക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ വരുമാനത്തെക്കാൾ, നിന്റെ സൗന്ദര്യത്തെക്കാൾ, നിന്റെ ബന്ധങ്ങളെക്കാൾ, നിന്റെ ആഗ്രഹങ്ങളെക്കാൾ, നിന്റെ ആവശ്യങ്ങളെക്കാൾ നീ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ചിലരുടെ അകത്ത് ചങ്കുപൊടി വഹിച്ച, ഈ ചോദ്യം ചിലരുടെ അകത്ത് ചങ്കുപൊടിയും. എൻ്റെ അകത്ത് വന്ന ഭാഷയം പറയാം, മനസാക്ഷിയെ തൊട്ട് യേശുവിന്റെ ശബ്ദം കേൾക്കുന്ന ചിലരുടെ ചങ്കുപൊടിയും. ഇവരിൽ അധികമായി ഞാൻ മരിച്ചെന്ന വിധി പറഞ്ഞത്, കല്ലറയ്ക്കകത്ത് അടക്കിയതാ, ചങ്ങല കൊണ്ട് കെട്ടിയതാ, നിയമം എന്നെ മുദ്ര കുത്തിയതാ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ജയിച്ചു. പക്ഷെ എൻ്റെ പെയിൻ, നീ എന്നെ ഇതിനധികം സ്നേഹിക്കുന്നുവോ? മരണം ജയിച്ചതല്ല എൻ്റെ ബന്ധപ്പാട്, നീ എന്നെ ആഴമായി സ്നേഹിക്കുന്നുവോ?
എൻ്റെ അകത്ത് വന്ന ചോദ്യം ഞാൻ നിങ്ങളോട് പറയാം. സമയം അല്പം മുന്നോട്ട് പോയി, ക്ഷമിക്കുക, ഇന്നൊരു പകൽ മാത്രം. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ഈ മൂന്നാമതും വന്നത് നിനക്ക് പ്രാതൽ തരാം, റെഡിയാ. അതിനു വേണ്ടിയല്ല. ഞാൻ മരണശക്തിയെ ജയിക്കും എന്ന് വെളിപ്പെടുത്തണം, പക്ഷെ അതിനു വേണ്ടിയല്ല ഞാൻ മൂന്നാമത് വന്നത്. നീ എന്നെ കൂടുതലായി സ്നേഹിക്കുമോ എന്നറിയാനോ. 2026 എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടം നിങ്ങൾ അവനെ സ്നേഹിക്കുമോ എന്നറിയാൻ. അമ്മ, നിങ്ങൾ അവനെ സ്നേഹിക്കുമോ എന്നറിയാൻ, നിങ്ങൾ അവനെ സ്നേഹിക്കുമോ എന്നറിയാൻ. എൻ്റെ പൊന്നു കൂടെ പുറമെ എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ നിങ്ങളോട് പറയാ, കർത്താപ്പച്ചിക്ക് നമ്മെ എത്ര ഇഷ്ടമാണെന്നറിയാമോ. ഞാൻ യാത്ര ചെയ്ത് എൻ്റെ ആത്മീയ അനുഭവത്തിൻ്റെ അകത്ത് ഈ പദങ്ങൾ എൻ്റെ അകത്തൂടെ പോകുമ്പോൾ, ഞാൻ നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കകത്തൂടെ ഞാൻ ആത്മീയ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. നിങ്ങളത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല, അത് നിങ്ങളോട് എങ്ങനെ ബോധ്യമാക്കി തരണമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിന് നിങ്ങളെ എന്ത് ഇഷ്ടമാണെന്നറിയാമോ, കർത്താവിന് നിങ്ങളെ എന്ത് സ്നേഹമാണെന്നറിയാമോ. എന്താ പാസ്റ്റേ അതിൻ്റെ അടയാളം? അതാ കുഞ്ഞെ നീ ജീവനോടിരിക്കുന്നത്, അതാ രോഗം നിന്നെ ജയിക്കാഞ്ഞത്, അതാ കഷ്ടത നിന്നെ ജയിക്കാഞ്ഞത്, അതാ ആക്സിഡന്റ് വന്നിട്ട് നീ നശിക്കാഞ്ഞത്, അതാ ശത്രു വെല്ലുവിളിച്ചിട്ട് നീ പോകാഞ്ഞത്. അതുകൊണ്ടാണ് നിന്റെ കുടുംബം തകർന്നെന്ന് പറഞ്ഞിട്ട് നിനക്ക് മാന്യതയുണ്ടായത്. നിന്റെ അപ്പയ്ക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നറിയാമോ. പക്ഷെ ഇന്നൊരു ചോദ്യം, നീ ഇതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നാലാമത് ഈ പ്രത്യക്ഷത വെളിപ്പെടുത്തിയത് ഒറ്റപ്പദം പറഞ്ഞ് മുന്നോട്ട് പോകാം. കർത്താവ് പറയാ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഒരു ദൗത്യം കൈമാറാൻ വന്നതാ കേട്ടോ. 2026 നാലാമതായി അവൻ മൂന്നാമത്തെ പ്രത്യക്ഷതയിൽ എൻ്റെ കർത്താപ്പച്ച പറയുന്നത്, ഞാൻ വന്നത് കുഞ്ഞെ ഒരു ദൗത്യം ഏൽപ്പിക്കാനാ. മേഴ്സിമാമ, നിസ്സാര കാര്യമല്ല. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ദൗത്യം പറഞ്ഞത്. ഇത് ഏൽപ്പിച്ചത് ചെറുതല്ല. കർത്താവ് ഇത് ഏൽപ്പിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു വലിയ ദൗത്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് ആത്മാവിൽ പറയാൻ പറ്റും, ഞാൻ നിങ്ങളുടെ പാസ്റ്ററായി നിൽക്കുന്നത് വെറുതെയല്ല. എൻ്റെ വാക്ക് തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ നിങ്ങളുടെ പാസ്റ്ററായിരിക്കുന്നത് എൻ്റെ ജീവൻ കൊടുത്തു നിന്നാണ്. എനിക്കതുകൊണ്ട് ആത്മാർത്ഥമായി പറയാൻ പറ്റും, ഇതിൻ്റെ നടുവിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു എങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ഇതിനകത്ത് വരുന്ന പല മേഖലകളിലെയും പരാജയങ്ങൾ അത്ര വലുതായേനെ. എന്നാൽ പല മേഖലകളിലും കാർമേഘങ്ങൾ മൂടി നിന്നിട്ടും ഇരുട്ടിൻ്റെ ശക്തികൾ വെല്ലുവിളിച്ചിട്ടും എൻ്റെ ദൈവം തകരാതെ നിർത്തിയത് ഇന്ന് പകൽ നമ്മളെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കാൻ. 2026 ദൈവസഭയ്ക്ക് ഒരു വലിയ ദൗത്യമുണ്ട്. അത് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ആ ദൗത്യം നമുക്ക് ദൈവ ശബ്ദമായി നമുക്ക് പിന്നത്തേതിൽ കേൾക്കാം. എന്നാൽ എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റാട്ടെ. എല്ലാവരും ആ ദൈവ കൃപയ്ക്കുള്ളിൽ നിന്ന് വന്നാട്ടെ. ആമേൻ, ഹല്ലേലൂയ. മൂന്നാമതും എൻ്റെ യേശുവപ്പ ഇവിടെ പ്രത്യക്ഷനായി നിൽക്കുക. ഞാൻ ഒന്നുകൂടെ ചോദിച്ച് ക്ലോസ് ചെയ്തോട്ടെ. ആമേൻ. എന്തിനാ യേശുവപ്പ മരണത്തെ ജയിച്ചിട്ട് മൂന്നാമതും പ്രത്യക്ഷനായത്? എന്തിനാ? ഒന്ന്, മരണശക്തികളെ തകർക്കാൻ. 2, സ്വസ്ഥതയോടെ നിന്നെ ആഹാരം കഴിപ്പിക്കാൻ. 3, 2 കാര്യം ഞാൻ പറഞ്ഞു. 3 പറ. ഒരു ദൗത്യം ഏൽപ്പിക്കാൻ. അതിനു മുമ്പ് ഒന്നുകൂടില്ലേ? അതിനു മുമ്പ് ഒന്നുകൂടില്ലേ? ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടെ ആദ്യം മുതൽ പറഞ്ഞു നോക്കി. മരണത്തെ ജയിക്കാൻ. 2, കൂടെ ആഹാരം കഴിക്കാൻ, ദൈവത്തിൻ്റെ പ്രാതൽ കഴിപ്പിക്കാൻ. 3, പറഞ്ഞേ. അതാ നമ്മൾ വിട്ടുപോകുന്നത്. ഉറക്കെ പറഞ്ഞു. എനിക്ക് ഇത്രയും സ്നേഹിച്ച പോരാ, എനിക്ക് ഇത്രയും ആരാധിച്ച പോരാ, എനിക്ക് ഇത്രയും സ്നേഹിച്ച പോരാപ്പാ, എനിക്ക് ഇത്രയും ആരാധിച്ച പോരാ. കാരണം എൻ്റെ മേലൊരു പുതിയ ദൗത്യം വരുന്നു. കണ്ണുകളടച്ചോ, പ്രാർത്ഥിക്കാൻ പോവാണ്. 2026 ഈ ശബ്ദം നിങ്ങൾ മറക്കരുത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ യൂട്യൂബിനകത്ത് കയറി വരും ഇതുപോലെ തന്നെ. ആമേൻ. നിങ്ങൾ എപ്പോഴെങ്കിലും അത് മറക്കുകയാണെങ്കിൽ ഒന്ന് ചേർച്ചിൻ്റെ യൂട്യൂബിനകത്തൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് നിങ്ങൾ പറയണം, 26 കർത്താവ് പച്ച എന്നെ വിളിച്ചത് മരണശക്തികളെ ജയിക്കാനാണ്. 26 അപ്പ എന്നെ നിർത്തിയിരിക്കുന്നത്, ആമേൻ, യേശു ഒരുക്കുന്നത് കഴിക്കാനാണ്. അവൻ്റെ പ്രാതൽ, അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. 3:26 എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ഒത്തിരി 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 യേശുവിനെ സ്നേഹിക്കാനാണ്. 4 എന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം
അതേപോലെ ചെയ്യാൻ കണ്ണുകളടച്ചേ. മറക്കല്ലേ മക്കളെ, ഇത് മറക്കല്ലേ ദൗത്യം. ഒറ്റ പദം വേഗത്തിൽ പറയാം. തിരുവചനത്തിനകത്ത് യേശുവിൻ്റെ പ്രത്യക്ഷത 3 പ്രാവശ്യം കൊണ്ട് നിന്നു. ഒന്ന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെയും പ്രത്യക്ഷപ്പെട്ടു, 3-ാം പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടു. പിന്നത്തേതിൽ 4-മതൊരു പ്രത്യക്ഷത എന്നൊരു ശബ്ദമില്ല. കാരണം അവൻ അവിടെ കൊണ്ട് സകലതും തികച്ചെടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് ചില കുടുംബത്തിനകത്തൊരു 3rd വിസിറ്റേഷൻ നടക്കുകയാണ്. ചില തലമുറകളിലേക്കത് ഇറങ്ങി വരികയാണ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. ഞാൻ സഭയെ ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഈ ദൈവസഭയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താപ്പച്ച ഞങ്ങളോട് സംസാരിച്ച വചന നിമിത്തം അപ്പം നീ അടിയനോട് കഴിഞ്ഞ രാത്രി പറഞ്ഞല്ലോ മോനെ, ഞാൻ പിന്നെയും വരുന്നത് ആമേൻ ഹല്ലേലൂയ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, എനിക്ക് നിങ്ങളോടുള്ള കരുതൽ കൊണ്ട്. അതിൻ്റെ മുമ്പിൽ ഈ ദൗത്യം കൈമാറിയേ മതിയാവൂ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. ഞാൻ കരുതി വെച്ച എൻ്റെ മക്കളെ സ്നേഹിക്കും. ചിലരുടെ മേൽ ദൗത്യങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഭയങ്കരമായ ദൗത്യങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഞാൻ ആരോടോ അവരുടെ കരം പിടിച്ച് ഞാൻ പ്രവചിക്കുകയാണ്. എന്നോടൊപ്പം അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ കരം പിടിച്ച് ഞാൻ പ്രവചിക്കുക. കുഞ്ഞെ, മരണം നിന്നെ ജയിക്കയില്ല. മരണശക്തികൾ നിന്നെ ജയിക്കയില്ല. ചില ലൈഫിൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ, എക്സ്പാൻഷൻ സ്വർഗം കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. അത് സംഭവിക്കുകയാണ്. ചിലർ യേശുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനകത്ത് മോനെ ലിമിറ്റില്ലടാ, അൺലിമിറ്റഡാണ്. അതിനകത്ത് ചോയ്സ്, തിരഞ്ഞെടുപ്പ് അത് നിൻ്റേതാണ്. ഹല്ലേലൂയ. കഴിക്കാം, യേശുവിൻ്റെ കൂടെ പ്രാതൽ കഴിക്കാം. ആമേൻ. ഇത് കഴിച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, സ്നേഹിക്കണം. കർത്താവേ, ആ ദൗത്യം ഇന്നു പകൽ ആത്മാവിൽ സ്വീകരിച്ച് ഞങ്ങൾ സഭ ഒരുമിച്ച് പറയുന്നു, ലവ് യു ജീസസ്, ലവ് യു ജീസസ്, ലവ് യു ജീസസ്, ലവ് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർ മാത്രം 2 കരങ്ങളും ചേർത്തടിച്ച് കർത്താവിനൊരു വലിയ മഹത്വം കൊടുക്കാം. ഇന്ന് പകൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വിസിറ്റേഷൻ സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഇറങ്ങി വരികയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസം കൂട്ടായ്മ നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും ദൈവസഭയോടും 2026 ദൈവസഭയ്ക്കകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാ മിഷൻസ്, എല്ലാ ചാരിറ്റി, എല്ലാ ആത്മീയ ശുശ്രൂഷകൾ, എല്ലാ നന്മകളോടുകൂടെ ക്രിസ്തുയേശുവിൻ്റെ 2ാം വരവിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.